2014 പുറത്തിറങ്ങിയ പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇത് കാണുന്നതിന് മുന്നേ ഫസ്റ്റ് പാർട്ട് എന്തായാലും കണ്ടിരിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഡെയ്വ് പ്രൈവറ്റിനെ കപ്പലിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്നതും സ്കിപ്പറും കൂട്ടരും പേടിച്ചു പോകുന്നതും വരെയാണ്. എന്നാൽ അതിനിടെ നോർത്ത് വിൻഡിന്റെ ഫ്ലൈറ്റ് എവിടെ കണ്ടതും കൊവാസ്കി നിനക്കത് പറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതും നോക്കാമെന്ന് കൊവാസ്കിയും പറയുന്നു. അങ്ങനെ അവർ ജെറ്റിലെത്തിയതും കൊവാസ്കി മാനുവൽ ബുക്ക് നോക്കി എത്രയൊക്കെ പഠിക്കുമെങ്കിലും ന്യൂജൻ ജെറ്റ് ആയതുകൊണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് മൊത്തം സ്വിച്ചിലും കിടന്ന് നിരങ്ങുകയും കാണുന്നതൊക്കെ ഓണാക്കി ത്രോട്ടിലും ഫുള്ളങ്ങ് കൊടുക്കുന്നു. ഇതോടെ നോർത്ത് വിൻഡ് അങ്ങോട്ടേക്ക് എത്തും മുന്നേ ജെറ്റ് ആകാശത്തിലേക്ക് ഒറ്റ പൊങ്ങലൊങ്ങുകയും പെട്ടെന്നെന്തോ സംഭവിച്ച് താഴോട്ട് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കൊവാസ്കി അപ്പോഴേക്ക് മൊത്തം പഠിച്ച് കിപ്പറെ എനിക്കിത് മുഴുവൻ മനസ്സിലായെന്ന് പറഞ്ഞ് അവിടെ നിന്നും പറന്നു പോകാൻ തുടങ്ങുന്നു. അങ്ങനെ നോർത്ത് വിൻഡ് ടീം ആണെങ്കിൽ ആ ജെറ്റ് തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഗണ്ണ് വെച്ച് ഫ്ലൈറ്റിന്റെ മേലെ ഷൂട്ട് ചെയ്യുകയും അവരുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾ വെച്ച് സാഹസികമായി ഫ്ലൈറ്റിന്റെ ഒപ്പം ചെല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഫ്ലൈറ്റ് ആണെങ്കിൽ ഡെയ്വിന്റെ കപ്പലിനെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ഇതിനിടെ കൊവാസ്കി ആണെങ്കിൽ ഡെയ്വ് നമ്മളെ വിട്ട് ഇപ്പൊ പോകും, കാരണം നമ്മുടെ ജെറ്റിന് കൂടുതൽ ഭാരമുള്ളത് കൊണ്ട് സ്പീഡ് കൂട്ടാൻ കഴിയുന്നില്ല എന്ന് കൊവാസ്കി പറഞ്ഞു കൊടുത്തതും റീക്കോയോട് ഫ്ലൈറ്റിലുള്ള വേണ്ടാത്ത സാധനമൊക്കെ എടുത്ത് താഴോട്ടെറിയാൻ പറയുന്നു. അങ്ങനെ താഴോട്ടെറിയുന്ന സാധനമൊക്കെ ക്ലാസിഫൈഡിനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജെറ്റിലെ ടോയ്ലറ്റ് സ്റ്റോറേജ് കൂടെ തുറന്നു വിടാൻ പറഞ്ഞതും അതും തുറന്നു വിടുകയും ക്ലാസിഫൈഡിന്റെ മേലെ അത് മൊത്തം ആവുകയും ചെയ്യുന്നു. അത് കണ്ട കരടിയുടെ ശ്രദ്ധ തെറ്റിയ സമയം തന്നെ അവരുടിച്ച കയറ് കല്ലിൽ ചുറ്റുകയും ജെറ്റ് പെട്ടെന്ന് സ്റ്റക്കായി പൊട്ടിത്തെറിക്കാൻ പോയതും പെൻഗ്വിൻസ് താഴേക്ക് ചാടുകയും മൊത്തം പൊട്ടിത്തെറിച്ച് കടലിലേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ രക്ഷപ്പെട്ട കിപ്പർ ആണെങ്കിൽ ഇപ്പോ പ്രൈവറ്റിനെ അവർ പിടിച്ചു കൊണ്ടുപോയതുകൊണ്ട് ആകെ വിഷമത്തിലാണ്. കാരണം അവരുടെ ടീമിലെ കുട്ടിയാണ് പ്രൈവറ്റ്. അവനോടുള്ള സ്നേഹ കൂടുതൽ കാരണമാണ് കിപ്പർ അവന് ഒരു പണിയും കൊടുക്കാത്തത്. ഇതിനിടെ കൊവാസ്കി ആണെങ്കിൽ കടൽ വെള്ളം കുടിച്ച് ആകെ ഛർദ്ദിക്കുന്നു. അപ്പോഴാണ് അവരെ കാര്യം മനസ്സിലാക്കുന്നത്. അവരിപ്പോ ഉള്ളത് നോർത്ത് വിൻഡിന്റെ കൂടെയാണ്. നോർത്ത് വിൻഡ് ആണെങ്കിൽ ഈടിലും ഫുഡൊക്കെ ആ ലൈഫ് ബോട്ടിലിരുന്ന് കഴിക്കുന്നത് കണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്കിങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ തോന്നുന്നു എന്ന് കിപ്പർ ചോദിച്ചതും ഞങ്ങളുടെ 19 മില്യന്റെ ജെറ്റാണ് നിങ്ങളിപ്പോ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞത്, എന്നിട്ടിപ്പോ നിങ്ങൾക്ക് നാണമില്ലേ ഫുഡിന് ചോദിക്കാനെന്ന് പറഞ്ഞതും നിങ്ങളുടെ നഷ്ടമൊക്കെ കറക്റ്റ് എഴുതി വെച്ചോ, കാരണം ഞാനത് ഒരിക്കലും തരില്ല എന്ന് കിപ്പർ പറയുമ്പോ പെട്ടെന്ന് അവർക്ക് എന്തോ സിഗ്നൽ കിട്ടുകയും ഡെയ്വിന്റെ ആ കപ്പലിപ്പോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് കാണുന്ന ആ ദ്വീപിലാണെന്നും കരടി പറയുകയും ഇത് കേട്ട് നിങ്ങളെങ്ങനെ ഇത്രയും കൃത്യമായി ട്രാക്ക് ചെയ്തെന്ന് ചോദിച്ചതും നിങ്ങളുടെ കൂടെയുള്ള ആ പ്രൈവറ്റിന്റെ മേലെ ട്രാക്കർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറയുകയും ഞങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, കാരണം ഞങ്ങൾ ഇതിലൊക്കെ സ്കിൽഡ് ആയ ആൾക്കാരാണെന്ന് കിപ്പറിനോട് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈഡ് ആളാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഐലൻഡിലേക്ക് കൊണ്ടുപോയ പ്രൈവറ്റിനെയും ബാക്കിയുള്ള പെൻഗ്വിൻസിനെയുമാണ്. അവരെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് പെൻഗ്വിൻസിനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ട് പ്രൈവറ്റ് ഒക്കെ ആകെ പേടിച്ചു നിൽക്കുന്നതിനിടെ ഡെയ്വ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് പ്രൈവറ്റിന്റെ കൂടെയുള്ള ഒരു പെൻഗ്വിൻ അവൻ നമ്മളെ ഇപ്പോ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അയ്യോ പെങ്ങളെ, നിങ്ങളെ ഞാൻ കൊല്ലത്തൊന്നുമില്ല, കാരണം എന്റെ മെഡൂസ സിറത്തിന് നിങ്ങളെ കൊല്ലാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോ കണ്ടോന്ന് പറഞ്ഞ് ഒരു പാറ്റയെടുത്ത് മെഡൂസ സിറം വെച്ച് ലേസർ അടിക്കുകയും അതൊരു വികൃതമായ ഒരു രൂപമുള്ള ജീവിയായി മാറുകയും ചെയ്യുന്നു. അതോടെ അടുത്തത് ആ രൂപമാക്കാൻ വേണ്ടി ഒരു പെൻഗ്വിനെ അവൻ തെരഞ്ഞെടുക്കാൻ പോയതും അവിടെയുള്ളത് പ്രൈവറ്റ് ആണെന്ന് അവന് മനസ്സിലായതോടെ പ്രൈവറ്റിനെ പീഡിച്ചിരിക്കുകയാണ്. ഡേവ്, നീ ചെയ്യാൻ പോകുന്നത് വലിയ തെറ്റാണ്, കാരണം എന്റെ ബ്രദേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ലെന്നും പറയുമ്പോ എന്നാ അതൊന്ന് കാണണമല്ലോ എന്ന് ഡെയ്വും പറയുന്നു. ഇവിടെ നോർത്ത് വിൻഡും കിപ്പറും ടീമും ഡെയ്വിന്റെ സ്ഥലം ദൂരെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കൊവാസ്കി ഇവയെ വളക്കാനും നോക്കിക്കൊണ്ടിരിക്കുന്നു. കിപ്പർ ആണെങ്കിൽ അവന്റെ പ്ലാൻ പ്രകാരം ഡെയ്വിനെ പിടികൂടാമെന്ന് പറയുമെങ്കിലും ക്ലാസിഫൈഡ് അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ വലിയ തർക്കം ഉണ്ടാവുകയും ഇടക്ക് ഇവ ഇടപെട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. നിങ്ങളും നിങ്ങളുടേതായ പ്ലാൻ ചെയ്യും, നോർത്ത് വിൻഡായ ഞങ്ങളും ഒരു പ്ലാൻ പറയാം, എന്നിട്ട് അതിൽ ഏറ്റവും നല്ല പ്ലാന് വർക്കൗട്ട് ആക്കാമെന്ന് ഇവ പറയുകയും അങ്ങനെ ആദ്യം പ്ലാൻ ചെയ്യാൻ പോകുന്നത് കിപ്പർ ആയതുകൊണ്ട് അവൻ തറയിൽ ഡെയ്വിന്റെ ബോട്ട് വരച്ച ശേഷം ഇതാണ് നമ്മുടെ പാപം പ്രൈവറ്റ് എന്നും പറഞ്ഞ് ആ കല്ല് ബോട്ടിനുള്ളിലേക്ക് വെക്കുകയും നിങ്ങളെ പുറത്തു നിന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ പോയി ഡെയ്വിനെ ഇടിച്ചിടിച്ചങ്ങ് കൊല്ലുമെന്നും പറഞ്ഞ് ഒരു പൈനാപ്പിളിനെ ഇടിച്ചിടിച്ച് തലങ്ങും വിലങ്ങും ഇടിക്കുമ്പോൾ ആ പൈനാപ്പിൾ കരടി ഇടിച്ചങ്ങ് പൊട്ടിച്ചു കളയുന്നു. ഇതോടെ ഇതാണ് ഞങ്ങളുടെ പ്ലാൻ എന്നും പറഞ്ഞ് അവർ പരസ്പരം ഇടിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്തതായി പ്ലാൻ ചെയ്യാൻ പോകുന്നത് ക്ലാസിഫൈഡ് ആണ്. അങ്ങനെ അവനൊരു ഡിവൈസ് എടുത്ത് താഴെ അങ്ങ് ഇട്ടതും അവിടെ മൊത്തം 3D സ്ക്രീന് വന്ന് അവൻ
അവന്റെ പ്ലാൻ പറയാൻ തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് കൊവാസ്കിയും റീക്കോയൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കിപ്പറിനാണെങ്കിൽ അത് കണ്ട് വിഷമമാവുകയും നോർത്ത് വിൻഡ് ഡേവിനെയൊക്കെ തകർത്ത് മാസായി വരുന്നതും അതിൽ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും നിങ്ങളുടെ പ്ലാനൊക്കെ സ്ക്രീനിൽ കാണാൻ കൊള്ളാം, പക്ഷേ ഇതൊക്കെ നടക്കുമെന്ന് കിപ്പർ ചോദിക്കുന്നത് കേട്ട് ഞങ്ങള് നോർത്ത് വിൻഡാണ്, നിന്നെ പോലെയല്ല. കാരണം നിന്റെ സ്വന്തം ടീമിലെ ഒരുത്തനെയാണ് ഡേവ് ഇപ്പോ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈഡ് അവനെ കളിയാക്കുകയും കിപ്പറിനത് കേട്ട് അവന്റെ പ്ലാനൊക്കെ മോശമാണെന്ന രീതി വലിയ സങ്കടമാവുകയും ചെയ്യുന്നു. ഇതോടെ പെൻഗിൻസിന്റെ പ്ലാൻ വേണ്ടവർ കൈവെക്കെന്ന് പറഞ്ഞതും ആത്മവിശ്വാസത്തോടെ റീക്കോയും കൊവാസ്കിയും കൈവെക്കുകയും നോർത്ത് വിൻഡിന്റെ പ്ലാൻ വേണ്ടവർ കൈവെക്കെന്ന് പറഞ്ഞതും കിപ്പർ ഉൾപ്പെടെ കൈവെക്കുന്നത് കണ്ട് കൊവാസ്കിയും റീക്കോയും ആകെ ഞെട്ടിപ്പോകുന്നു. കിപ്പറാണെങ്കിൽ ബോയ്സ്, എനിക്ക് തവണ നമ്മളുടെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോ, സർ നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മൾ ഇത്രയും കാലം എല്ലാ മിഷനിലും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. കാരണം കിപ്പറായ നിങ്ങൾ ഞങ്ങളുടെ ലീഡറാണ്, അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തും പറ്റുമെന്ന് കൊവാസ്കി പറയുമെങ്കിലും ഇല്ലടാ, ഈ തവണ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് പ്രൊഫഷണൽസ് ആയ അവര് ചെയ്യട്ടെ എന്ന് കിപ്പർ പറയുകയും ക്ലാസിഫൈഡ് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞ ശേഷം നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് കിപ്പറും ചോദിക്കുന്നു. അങ്ങനെ അവരെ ഇപ്പോ നീരാളികളുടെ മുന്നിലേക്ക് വിട്ട് മ്യൂസിക് ഒക്കെ അടിച്ച് പാട്ട് പഠിക്കുകയും നീരാളികളുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്യുന്നു. അവരുടെ ഡാൻസ് മാട്ടുവാണെങ്കിൽ അതിഗംഭീരമായതുകൊണ്ട് നീരാളികളൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങുകയും കപ്പലിന്റെ എൻട്രൻസിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അവര് മാറിയതോടെ മൊത്തം സെറ്റപ്പും കൊണ്ട് നോർത്ത് വിൻഡ് ടീം മാസായിക്കൊണ്ട് ഓരോന്നൊക്കെ പൊളിച്ച് ഉള്ളിലേക്ക് കയറി ചെന്ന ശേഷം ഡേവിനോട് കൈവെക്കാൻ പറഞ്ഞതും അവൻ കൈവെക്കുകയും ഈ സമയം ശിങ്കിടികൾ നോർത്ത് വിൻഡ് ടീമിനെ സിമ്പിളായി പൂട്ടുകയും ചെയ്യുന്നു. ഇവിടെ സ്കിപ്പറും ടീമും നീരാളികളെ മൊത്തം വഴിതിരിച്ച് ഇടുകയും ക്ലാസിഫൈഡ് ഡേവിനെ പിടിച്ച ഡേവിന്റെ കപ്പല് മൊത്തം അവര് പൊട്ടിക്കും, അതുകൊണ്ട് ചെവി പൊത്തിക്കുമെന്ന് പറഞ്ഞ് അവര് ചെവി പൊത്തുകയും ചിലപ്പോ കപ്പലൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് റീക്കോ പടക്കമൊക്കെ പൊട്ടിച്ച് അവർ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് കപ്പലിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൊവാസ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെ നോക്കി നിൽക്കുന്നതിനിടെ പെട്ടെന്ന് മറ്റേ നീരാളികൾ വന്ന് അവരെയും അങ്ങ് പിടിച്ചതിന് ശേഷം കപ്പലും എടുത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. പിടിച്ച സ്കിപ്പറിനെ ആണെങ്കിൽ കൂട്ടിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇതിനിടെ നോർത്ത് വിൻഡ് ടീമിനെയും അവർ പിടികൂടിയതായി കണ്ടതോടെ അവരുടെ മൊത്തം ആത്മവിശ്വാസം പോവുകയും കൊവാസ്കി ഇവയെ നോക്കി സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം നീരാളികൾ സ്കിപ്പറിനെയും കൂട്ടരെയും ഡേവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതും എന്റെ പരീക്ഷണം കാണാൻ അപ്പോ എല്ലാരും വന്നുല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് പരീക്ഷണത്തിനായി വെച്ച പ്രൈവറ്റിനെ കാണിച്ചു കൊടുക്കുന്നു. ഇതോടെ ഇത് കണ്ട് മോനെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ് ആകെ ഞെട്ടുമ്പോ കിപ്പർ പ്രൈവറ്റിനെ രക്ഷിക്കുമെന്ന് കരുതി, എടാ ഡെയ്വൻ നിന്റെ അവസാനം എടുത്തു, കാരണം ഞങ്ങളുടെ ടീമിങ് എത്തിയെന്ന് പ്രൈവറ്റ് പറയുമ്പോ തന്നെ എന്നാ അതിപ്പോ കണ്ടോന്ന് പറഞ്ഞ് ആ മെഷീൻ മേലേക്ക് ആക്കിയതും എന്റെ പ്രൈവറ്റിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കിപ്പർ സംസാരിക്കുന്നത് കണ്ട്, കിപ്പറെ ഇത് വെച്ചിട്ട് പെൻഗിൻസിനെ കൊല്ലാനൊന്നും കഴിയില്ല, പക്ഷെ നമ്മളെ ഇതൊരു മോൺസ്റ്റർ ആക്കി മാറ്റുമെന്ന് പ്രൈവറ്റ് പറഞ്ഞത് കേട്ട് അതെ ഞാനിത് ചെയ്യുന്നതോടെ നിങ്ങളൊരു വികൃത രൂപമായി മാറും, ഇതോടെ ലോകത്തുള്ള എല്ലാവരും പെൻഗിൻസിനെ വെറുക്കും എന്ന് പറഞ്ഞ് അവനതങ്ങ് ഓണാക്കിയതും കിപ്പർ ഉടനെ തന്നെ റീക്കോയോട് ലോക്ക് തുറക്കാനുള്ള പിന്നെടുക്കാൻ പറഞ്ഞ് എന്തൊക്കെ എടുക്കുമെങ്കിലും അത് കിട്ടുന്നില്ല. എന്നാൽ അപ്പോഴേക്ക് ഡേവ് ആ സ്വിച്ച് അങ്ങ് അമർത്തുകയും അവിടെ മൊത്തം ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം കഴിഞ്ഞ് നോക്കിയതും അവിടെ പ്രൈവറ്റ് മോൺസ്റ്റർ ആവുന്നതിന് പകരം മൊത്തം കരിഞ്ഞു പോയതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ മാൽഫങ്ഷൻ ആയി പ്രൈവറ്റ് മരിച്ചു പോയെന്ന് ഡേവ് പറഞ്ഞതോടെ കിപ്പറിനും കൂട്ടരും ആകെ വിഷമമാവുകയും അവര് പ്രൈവറ്റിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുമ്പോൾ തന്നെ അവരെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നു. എന്നാൽ സത്യത്തിൽ പ്രൈവറ്റ് മരിച്ചിട്ടില്ല, കാരണം ഇതിനു മുന്നേ റീക്കോ വിഴുങ്ങുന്നത് കണ്ട് ഒരു പിന്ന് പ്രൈവറ്റ് വിഴുങ്ങിയായിരുന്നില്ലേ, അത് ഉള്ളത് കൊണ്ട് തന്നെ അവനിപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അവൻ എടുത്തത് കൊണ്ട് തന്നെയാണ് മറ്റേ റീക്കോയ്ക്ക് ആ പിന്ന് വയറ്റിൽ നിന്നും കിട്ടാതിരുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട പ്രൈവറ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ഒളിച്ച് മുന്നോട്ട് പോവുകയും കാവൽക്കാരായ നീരാളിയൊക്കെ ഇടിച്ചിട്ട് ഒരു റൂമിലെത്തിയതും അവിടെ നീരാളികൾ നോർത്ത് വിൻഡ് ടീമിനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി ഒരു മിഷീനിലൂടെ കടത്തിവിട്ട് കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ മരിക്കാനായി പോയതും എല്ലാം ഓഫ് ചെയ്ത് പ്രൈവറ്റ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ക്ലാസിഫൈഡ് ആണെങ്കിൽ ഞാനിപ്പോ മരിക്കുമെന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി അലറുകയാണ്. ഇതിനിടെ അവരെ രക്ഷിച്ച പ്രൈവറ്റിനെ കണ്ട് ആകെ സന്തോഷമാവുകയും പ്രൈവറ്റിനെ പൊളിയാണെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും ഓടിപ്പോവാൻ നോക്കുന്നത് കണ്ട് കിപ്പറും കൊവാസ്കിയൊക്കെ ഉള്ളത് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഇങ്ങോട്ടല്ലേ പോകേണ്ടതെന്ന് പ്രൈവറ്റ് പറയുമ്പോ നമ്മൾക്ക് ഡേവിനോട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, അവനെ തകർക്കണയിൽ വലിയ ആർമിയുമായി വരണം, അതുകൊണ്ട് ഞങ്ങൾ നോർത്ത് വിൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി വലിയ ആർമിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതും അപ്പോഴേക്ക് കിപ്പറിനെ കൂട്ടരെയും ഡേവ് കൊന്നിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ പോകണമെന്ന് പ്രൈവറ്റ് പറയുമെങ്കിലും ക്ലാസിഫൈഡ് അതിന് കൂട്ടാക്കുന്നില്ല. ഇതോടെ നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞ ഫാൻസി വെപ്പൺസും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ എന്റെ സ്കിപ്പർ അങ്ങനെയല്ല, എത്ര വലിയ എതിരാളിയാണെങ്കിലും ഒരുത്തനെ മരണത്തിലേക്ക് വിട്ടിട്ട് സ്കിപ്പർ ഒരിക്കലും പിന്മാറില്ല എന്ന് പറയുകയും അതുകൊണ്ട് ഞാൻ എന്റെ സ്കിപ്പറിനെ രക്ഷിക്കാനായി പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയും നോർത്ത് വിൻഡ് ടീമും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ കിപ്പറിനെയും ബാക്കി പെൻഗിൻസിനെയും ഒരു ഹാളിൽ ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ സമയം ഡേവ് മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറുന്നതിനിടെ നീ എന്തിനാടെ
ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഞങ്ങളെ കൊന്നുകളഞ്ഞ ആൾക്കാരെ നിന്നെ ഇഷ്ടപ്പെടുമെന്നാണോ നീ കരുതുന്നത്? അതിനുവേണ്ടിയാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കിപ്പർ ചോദിച്ചതും ഇതിന്റെ റിവെഞ്ച് ആണെന്ന് പറഞ്ഞ് കിപ്പറിനെ താഴേക്ക് അങ്ങ് ഇട്ട് കളയുകയും ന്യൂയോർക്കിലേക്ക് പോവാൻ റെഡിയാവുകയും ചെയ്യുന്നു. ന്യൂയോർക്കിൽ ഇപ്പോഴാണെങ്കിൽ ആൾക്കാരൊക്കെ മൊത്തം തടിച്ചുകൂടിയിരിക്കുകയാണ്. കൂടാതെ ഒരു മാധ്യമ പ്രവർത്തകൻ ലൈവും പൊക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഇന്നേവരെ കാണാതെ പോയ എല്ലാ പെൻഗ്വിൻസിനെയും ഡോക്ടർ ഒക്ടാവിയസ് ബ്രൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ അതിനെ എല്ലാത്തിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെന്നും പറഞ്ഞ് ആകെ സന്തോഷിക്കുകയും അപ്പോഴേക്ക് അവിടേക്കെത്തി ആ വലിയ റോബോട്ടിക് കപ്പൽ കരയിലേക്ക് കയറ്റി നിർത്തിയ ശേഷം ജനങ്ങളോട് സംസാരിക്കാനും തുടങ്ങുന്നു. നിങ്ങൾ എല്ലാവരും പെൻഗ്വിൻ ലവേഴ്സ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കായി ഞാൻ എല്ലാവരെയും കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നുവിടുമെന്ന് പറഞ്ഞതും ആൾക്കാർക്കൊക്കെ കൂടുതൽ ആവേശം കൂടുന്നു. എന്നാൽ ഈ സമയം തന്നെ ആ പച്ച സാധനം എല്ലാ പെൻഗ്വിൻസിന്റെ നേരേക്കും അടിക്കാൻ പോയതും പ്രൈവറ്റ് അവിടെ നിന്നും മാറുന്ന ഒരു ഗ്ലാസിന്റെ ഉള്ളിലൂടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവര് അതൊന്നും കേൾക്കുന്നില്ല. കിപ്പറാണെങ്കിൽ ഇപ്പോഴും പ്രൈവറ്റിനെ ഓർത്ത് ആകെ സങ്കടപ്പെടുന്നത് കൊണ്ട് അവനാണെങ്കിൽ എതിർത്തൊന്നും ചെയ്യുന്നുമില്ല. അതോടെ അപ്പൊ തന്നെ ആ പച്ച സാധനം എല്ലാ പെൻഗ്വിൻസിന്റെ മേലേക്ക് അടിച്ചു വിടുന്നു. ഇതോടെ ഞാനിത് ഇറക്കി വിടാൻ പോകുന്നെന്ന് പുറത്തുള്ള ഡേവ് പറയുകയും ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അങ്ങോട്ട് നോക്കിക്കോ എന്നും പറയുന്നു. ഇതോടെ മൊത്തം പെൻഗ്വിൻസിനെയും ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ജനങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. പെൻഗ്വിൻസിന്റെ രൂപമൊക്കെ എന്തോ മോൺസ്റ്റർ പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവര് അടുത്തേക്ക് വരാൻ പോയതും ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു. ഇതിനിടെ ഡേവ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യം അറിയിക്കാൻ പറഞ്ഞതും എല്ലാവരും കോൾ ചെയ്ത് അത് അറിയിക്കുകയും എല്ലാ പെൻഗ്വിൻസിനെയും പിടിക്കാൻ വേണ്ടി ഒരു വാക്വം ക്ലീനർ വണ്ടി അയക്കുകയും അവര് അതിൽ പെൻഗ്വിൻസിനെ വലിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെൻഗ്വിൻസ് ഈ മോൺസ്റ്റർ രൂപത്തിലേക്ക് ആയതോടെ അവരുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതേസമയം ഇതെല്ലാം കണ്ട പ്രൈവറ്റ് ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതും ഡേവിന്റെ ശിങ്കിടികൾ അത് അടച്ചളഞ്ഞ് അവന് ചുറ്റും കൂടിയിരിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ അവര് വരുന്നതിന് മുന്നേ എങ്ങോട്ടേക്കോ ഓടി മാറുകയും മറ്റേ ലേസർ വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇടിച്ചങ്ങ് ഇറങ്ങി നിൽക്കുന്നു. പക്ഷേ ഡേവ് ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ തന്നെ അവൻ കുറച്ച് രൂപമൊക്കെ മാറി കിപ്പറിനെ കണ്ടുപിടിക്കുകയും അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയതും കിപ്പർ ഒരു പൂച്ചയെ വിഴുങ്ങാൻ ശ്രമിക്കുകയും അത് വിഴുങ്ങുകയും ചെയ്യും. അങ്ങനെ അവനാണെങ്കിൽ മേലെയുള്ള സാധനമൊക്കെ ഊരിക്കളഞ്ഞ ശേഷം ഇത് ഞാനാണ് സ്കിപ്പറെ, പ്രൈവറ്റ് ആണ്, പിന്നെ എനിക്കൊരു അടിപൊളി പ്ലാൻ ഉണ്ട് ഇതെല്ലാം മാറ്റാൻ. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. അതിനെനിക്ക് എന്റെ യഥാർത്ഥ സ്കിപ്പറിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞത് കേട്ട് കിപ്പറിന് അവന്റെ പഴയ കാര്യങ്ങളും കുസൃതികളൊക്കെ ഓർമ്മ വരികയും അവൻ യഥാർത്ഥ കിപ്പറായി മാറിയതും എടാ മോനെ പ്രൈവറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. കൂടാതെ ആ പൂച്ചയെയും തുപ്പിക്കളയുന്നുണ്ട്. എന്നിട്ട് അവർ കൊവാസ്കിയെ കണ്ടുപിടിച്ച ശേഷം അവനെയും ഓരോന്ന് പറഞ്ഞ് യഥാർത്ഥ കൊവാസ്കിയാക്കി മാറ്റുകയും റീഗോയെയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവര് വീണ്ടും പഴയതുപോലെ കാട്ട ടീമാവുകയും നമുക്കിത് മാറ്റാൻ ഒരു നല്ല പ്ലാൻ വേണമെന്ന് പറയുമ്പോൾ എന്റെ പ്ലാനാണെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ആ ലേസർ മിഷന്റെ മേലേക്ക് കയറുകയും സംസാരിക്കാനും തുടങ്ങുന്നു. നമുക്ക് ഈ പെൻഗ്വിൻസിനെയൊക്കെ നോർമൽ ആക്കണേൽ ഇത് വെച്ച് തന്നെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഒരു റിമോട്ടും അവർക്ക് കൊടുക്കുന്നു. സർ, നമുക്ക് പെൻഗ്വിൻസിനെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരണേൽ അതിൽ വലിയ ക്യൂട്ട്നെസ് ഓവർലോഡായ എന്തേലും ഇടേണ്ടി വരും. പക്ഷേ നമ്മളുടെ കയ്യിൽ അത്രയും ക്യൂട്ട്നെസ് ഇല്ല എന്ന് കൊവാസ്കി പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് മെഷീന്റെ ഉള്ളിലേക്ക് കയറി പ്ലഗ് ഇൻ ചെയ്തതും കിപ്പറിന്റെ കൈ തട്ടി റിമോട്ട് വർക്കാവുകയും ഒരു പെൻഗ്വിൻ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പക്ഷേ ആദ്യമൊക്കെ അവർക്ക് സന്തോഷമാവുമെങ്കിലും പ്രൈവറ്റ് അത് ചെയ്തതുകൊണ്ട് അവനൊരു വികൃതമായ കൈ കിട്ടിയിരിക്കുകയാണ്. ഇതോടെ ഇത് കണ്ട കിപ്പറാണെങ്കിൽ നീ ഇത് ചെയ്യേണ്ട മോനെ, നമുക്കിതിന് വേറെ വഴി കണ്ടെത്താമെന്ന് കിപ്പർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ടീമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും പറയുകയും ഞാൻ ഈ ടീമിന് വേണ്ടി മരിക്കാനും റെഡിയാണെന്നും പറയുന്നു. ഇതോടെ കിപ്പറിനാകെ സങ്കടമാവുകയും അവൻ പറഞ്ഞ കേക്കിൽ നിന്ന് മനസ്സിലാക്കി അവനെ അത് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അവനാണെങ്കിൽ വീണ്ടും പ്ലഗ് ഇൻ ചെയ്ത് മൊത്തം പെൻഗ്വിൻസിനെയും യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ റെഡിയായതും കിപ്പറും കൂട്ടരും അവനെ സെല്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഡേവ് ആണെങ്കിൽ ഒരുപാട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അവന്റെ സന്തോഷം പോവുകയും നമുക്ക് ഇനിയും റിവെഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നാളെ പട്ടികളെയും മറ്റ് ജീവികളെയും ഇങ്ങനെ മാറ്റണമെന്ന് പറയുന്നതിനിടെ ആ മെഷീൻ വർക്കാക്കുന്നത് കാണുകയും അങ്ങോട്ടേക്ക് പോകാനും തുടങ്ങുന്നു. കൂടാതെ അവന്റെ ശിങ്കിടികൾക്കും ആ മെസ്സേജ് കിട്ടിയതോടെ അവരും പ്രൈവറ്റുള്ള ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തിനാണെന്നറിയാതെ ആ ലേസറുടെ മുന്നിലൊക്കെ റീക്കോയും കൊവാസ്കിയും കൂടെ സ്നോ ഗ്ലോബ് വെച്ച് പിടിപ്പിക്കുന്നത് കണ്ട് അത് എന്തിനാണെന്ന് കിപ്പർ ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ അത് അറിയില്ലെന്ന് പറയുന്നു. ഈ സമയം തന്നെ ഡേവും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് കിപ്പറിനോട് റിമോട്ട് അമർത്താൻ പ്രൈവറ്റ് പറയുന്നത് കേട്ട് അത് അമർത്തുമെങ്കിലും റിമോട്ടിന്റെ ബാറ്ററി തീർന്നത് കൊണ്ട് സ്വിച്ച് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള കടയിലേക്ക് പോയി ബാറ്ററി എടുക്കാൻ പറഞ്ഞതും റീക്കോയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. കിപ്പറാണെങ്കിൽ ശിങ്കിടികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൊവാസ്കിയെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ റീക്കോ ആണെങ്കിൽ കടയിലേക്ക് എത്തിച്ചേർന്നതും അവിടെ ചീസി ഡിബിൾസ് കണ്ട് അവന് കൊതിയാവുന്നു. ഇവിടെ സ്കിപ്പറിനും കൊവാസ്കിക്കുമാണ് ഒരുപാട് ഡേവിന്റെ ശിങ്കിടികൾ ഉള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ ഇടിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ അപ്പൊ തന്നെ നോർത്ത് വിൻഡ് ടീം ഒരു വണ്ടിയുമായി വന്ന് ഇടിച്ചങ്ങ് ഇടുകയും ആ വലിയ റോബോട്ടിക് ബോട്ടിലേക്ക് വണ്ടി ഇടിച്ച് തകർത്തും അങ്ങ്
അങ്ങ് കളഞ്ഞ ശേഷം മാസായി വരുമ്പോ അവരെ ആ വണ്ടി വെച്ചങ്ങ് പിടിച്ചു കളയുന്നു. ഇവിടെ ഡെയ്വ് ആണെങ്കിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി തിരിഞ്ഞ് വലിഞ്ഞങ്ങ് പറന്ന് വരികയാണ്. ഇവിടെ റീക്കോ ആണെങ്കിൽ സമാധാനത്തോടെ ചീസ് ഡിബിൾസും ബാറ്ററിയുമായി വരുമ്പോഴാണ് ഡെയ്വ് പറന്നു പോകുന്നതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ട ഉടനെ തന്നെ അവനും ഓടാൻ തുടങ്ങുന്നു. ഈ സമയം കിപ്പറും കവാസ്കി ആണെങ്കിൽ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നതിനിടെ ഡെയ്വ് വന്ന് റീക്കോയെ പിടിക്കുകയും വണ്ടിയുടെ ഉള്ളിലേക്ക് എറിഞ്ഞളയുകയും ചെയ്യുന്നു. എന്നിട്ട് ഡെയ്വ് കിപ്പറിനെ പിടിക്കാൻ പോയതും റീക്കോ പറന്നു വന്ന് ബാറ്ററി എറിഞ്ഞു കൊടുക്കുകയും അവനത് റിമോട്ടിലേക്ക് ഇട്ട് അമർത്താൻ പോയതും ഡെയ്വ് തട്ടിയതുകൊണ്ട് റിമോട്ട് താഴേക്ക് പോകുന്നു. ഇതോടെ അവരെ രണ്ടുപേരെയും ഡെയ്വ് പിടിച്ച് ദൂരത്തേക്ക് എറിയുകയും അതിലെ ഗ്ലാസ് പൊട്ടിച്ച് പ്രൈവറ്റിനെ പിടിച്ചത് ഓഫാക്കാനും നോക്കുന്നു. ഇതിനിടെ താഴോട്ടേക്ക് വീണുകൊണ്ടിരിക്കുന്ന കിപ്പറിന് റീക്കോ ചീസ് ഡിബിൾസ് വിട്ടുകൊടുത്തതും കിപ്പർ പറന്ന് അത് പൊട്ടിച്ച് റിമോട്ടിന്റെ സ്വിച്ചിലേക്ക് വിട്ടതും ഡെയ്വ് ഇവിടെ ഗ്ലാസും പൊട്ടിച്ച് പ്രൈവറ്റിനെ പിടിക്കാനായി നോക്കുന്നു. എന്നാൽ പ്രൈവറ്റ് അവന് വന്ന മറ്റേ കൈ കൊണ്ട് ഇടിച്ചങ്ങ് കളഞ്ഞതും അവര് ലേസറിനെ മേലെ സെറ്റ് ചെയ്ത നോഗ്ലോബിന്റെ മേലേക്കങ്ങ് ഡെയ്വ് വീണു പോകുന്നു. അപ്പൊ തന്നെ ചീസ് ബോള് റിമോട്ടിന്റെ സ്വിച്ചിലും അങ്ങ് കൊള്ളുകയും മൊത്തം വലിയ പൊട്ടിത്തെറി നടന്ന് എല്ലാ പെൻഗിൻസും യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും കിപ്പർ പ്രൈവറ്റിനെ നോക്കുമ്പോൾ അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് ഒരു മുട്ടയുടെ ഉള്ളിലേക്ക് ആയിപ്പോകുന്നു. ഇതോടെ മറ്റേ നോർത്ത് വിൻഡിലെ കരടി വന്ന് കിപ്പറിനെ മുന്നിലേക്ക് വെച്ചതും അവൻ മരിച്ചെന്ന് കരുതി സങ്കടപ്പെടുമ്പോൾ പെട്ടെന്നത് പൊട്ടുകയും വികൃത രൂപമുള്ള പ്രൈവറ്റിനെ കാണുകയും ചെയ്യുന്നു. ഇതോടെ അവന് ജീവനുണ്ടെന്ന് മനസ്സിലായതോടെ അവനെ അവർ ഒരുപാട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയാണെന്ന് അവൻ ചോദിച്ചത് കേട്ട് നിന്റെ സൗന്ദര്യത്തിലല്ല കാര്യം, നീ ചെയ്യുന്ന കാര്യങ്ങളിലാണ് സൗന്ദര്യം. പിന്നെ നീയാണ് ഞങ്ങളെയും ഇവരെയും എല്ലാവരെയും രക്ഷിച്ചത്, നീയാണ് ഇവരുടെ സന്തോഷം തിരിച്ചു കൊടുത്തത് എന്നും പറയുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാവുകയും നമ്മളുടെ ടീമിലെ ഏറ്റവും കഴിവുള്ളവൻ നീയാണെന്നും പറഞ്ഞ് കിപ്പറും കൂട്ടരും അവനെ സെല്യൂട്ട് ചെയ്യുകയും എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോർത്ത് വിൻഡ് ടീം ഉൾപ്പെടെ എല്ലാ പെൻഗിൻസും പ്രൈവറ്റിനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ മുകളിലൂടെ വലിയതായി മാറിയ ഡെയ്വ് വരികയും പെട്ടെന്ന് അവന്റെ തല ഇടിക്കുകയും ചെയ്യും. സത്യത്തിൽ അവനിപ്പോ ആ ലേസർ കൊണ്ട് ചെറുതായി ഒരു സ്നോ ഗ്ലോബിന്റെ ഉള്ളിൽ ആയത് കണ്ട് കിപ്പർ അവനെ എടുക്കുകയും ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആദ്യമൊക്കെ കുട്ടി അവനെ കണ്ട് സന്തോഷിക്കുമെങ്കിലും പിന്നെ അവനെ കുലുക്കി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും നോർത്ത് വിൻഡ് ടീം അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുള്ളതും ഏറ്റവും മനക്കട്ടിയുമുള്ള ഏജൻസ് നിങ്ങളാണെന്ന് പറയുകയും നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ച് പോയെന്നും പറയുന്നു. ഇതിനിടെ ഇവയാണെങ്കിൽ കൊവാസ്കി മുന്നേ ചോദിച്ച ഉമ്മയങ്ങ് കൊടുത്തതും നിങ്ങൾക്ക് ഈ ധീരത കാണിച്ചതിന് ഞങ്ങളെന്താ ഗിഫ്റ്റ് തരേണ്ടതെന്നും ക്ലാസിഫൈഡും ചോദിക്കുകയും പ്രൈവറ്റ് പറഞ്ഞ പ്രകാരം അവർക്ക് ജെറ്റ് പാക്ക് കൊടുക്കുകയും അവർ അത് വെച്ച് പറന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അവരിപ്പോ ആ ലേസർ മെഷീനും എടുത്ത് ജൂലിയൻ രാജാവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അവരിപ്പോ അങ്ങോട്ടേക്ക് വരാൻ കാരണം മോർട്ടിന്റെ ക്യൂട്ട്നെസ് വെച്ച് പ്രൈവറ്റിനെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവനെ അതിൽ കയറ്റി സെറ്റ് ചെയ്തതും ആ മെഷീൻ റെഡിയാവുന്നതിന് മുന്നേ ജൂലിയൻ രാജാവ് എനിക്ക് ആ സ്വിച്ച് അമർത്തണമെന്ന് പറഞ്ഞ് ഒളിച്ചൊക്കെ അമർത്താൻ നോക്കുകയാണ്. അങ്ങനെ അവസാനം ദേ അവിടേക്ക് നോക്കുമെന്ന് പറഞ്ഞ് അവര് കാണാതെ സ്വിച്ച് അങ്ങ് അമർത്തിയതും പ്രൈവറ്റ് പഴയ രൂപത്തിലേക്ക് മാറുകയും അവര് തമ്മിലടിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനെ മാറ്റിയ മോർട്ടിന് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം അവന്റെ ക്യൂട്ട്നെസ് അത്രത്തോളം ഉണ്ട്. ഈ സമയം ജൂലിയൻ രാജാവാണ് ആ സ്വിച്ച് അമർത്തിയ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്കത് കാണാൻ പറ്റാത്തതിൽ സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ മോർട്ടിന മെഷീനിലൂടെ കിട്ടിയ കഴിവ് വെച്ച് ജൂലിയൻ രാജാവിനെ വിഴുങ്ങുകയും നിന്റെ പുതിയ കഴിവ് അടിപൊളിയാണെന്നും പറഞ്ഞ് വയറ്റിലിരുന്ന് ജൂലിയൻ രാജാവ് ചിരിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമന്റിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടെ മഡഗാസ്കർ മൂവി സീരീസിലെ എല്ലാ സിനിമകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ പെൻഗിൻസ് ഓഫ് മഡഗാസ്കറിന്റെ സീരീസ് ഒക്കെ മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു സിനിമയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.